ഹലോ, ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ സോൾസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് സോഡിയാക് സൈൻ ബേസ്ഡ് ആയിട്ടുള്ള റീഡിങ്സ് ആണ്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. ലൈഫ് ഇവൻറ്റ്സുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് സെറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം എരീസിൻ്റെ എനർജിയാണ്. എരീസിൻ്റെ അകത്ത് ഫയർ എനർജിയാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ഫയർ സൈനാണ് എരീസ് എന്ന് പറയുന്നത്. അപ്പോൾ എരീസിൻ്റെ ഇന്നത്തെ ഒരു എനർജി നോക്കാം. അടുത്ത 24 hours ഒരു എനർജി എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എരീസിൻ്റെ നെക്സ്റ്റ് 24 hours എനർജിയിൽ ആദ്യം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഓക്കെ, രണ്ടാമത് വന്നിരിക്കുന്നത് 6 of Pentaclesൻ്റെ എനർജിയാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് 9 of Swordsൻ്റെ എനർജിയാണ്. ഇവിടെ ഏരീസുകാർക്ക് ആദ്യം വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് വാണ്ട്സ് ആണ്. അതായത് തൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ചെയ്തു തീർക്കാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് തന്നെ കുറച്ച് ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിലവർ ഹാപ്പിയാണ്, ഡിവൈനുമായിട്ട് കണക്റ്റഡുമാണ്. ഓക്കെ, രണ്ടാമത്തത് എരീസിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് എന്ത് കൊടുക്കൽ വാങ്ങലുകൾ സംഭവിച്ചിരുന്നാലും അതൊരു ബാലൻസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഇമോഷൻസാണ് കൊടുക്കുന്നതെങ്കിലും അല്ല, എനർജിയാണ് ഷെയർ ചെയ്യുന്നതെങ്കിലും, വേറെ എന്തെങ്കിലും രീതിയിലുള്ള അഫെക്ഷൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ തിങ്സ് എന്തുമാവട്ടെ, എന്ത് ഷെയർ ചെയ്തിരുന്നാലും അതൊരു ബാലൻസ്ഡ് രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ദിവസം 6 of Pentaclesൻ്റെ എനർജിയാണ്. അതിനുശേഷം വന്നിരിക്കുന്നത് 9 of Swordsൻ്റെ എനർജിയാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക്, എരീസിൽ വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുന്നുണ്ട്. ചില ആൾക്കാർക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. വളരെയധികം സങ്കടത്തിലാണ്. എല്ലാ ഏരീസുകാരും അല്ല, ചില ഏരീസുകാർ. ഓക്കെ, അപ്പോൾ അതാണ് എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. ക്വീൻ ഓഫ് വാണ്ട്സ്, 6 of Pentacles ആൻഡ് 9 of Swords. ഓക്കെ, നമുക്കടുത്ത് നോക്കാം ലിയോയുടെ എനർജി എന്താണെന്ന്. ലിയോ എന്ന് പറയുമ്പോൾ വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു എനർജിയാണ് ലിയോയുടേത്. ഫയർ എനർജിയാണ്. നമ്മൾ ലിയോക്കാരുടെ അടുത്ത് ചില സമയം ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നും. ദാറ്റ് ഈസ് ഡ്യൂ ടു ദെയർ കരിസ്മ. ലിയോയ്ക്ക് ആദ്യം വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. അതായത് എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ലൈഫിലെ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിലെ വർക്ക് ലൈഫും അല്ലാത്ത ലൈഫും തമ്മിൽ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഫ്രണ്ട്സും അതുപോലെ നിങ്ങളുടെ ലൈഫും തമ്മിലൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ പാരൻസും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട ഒരു സമയമാണ് ഇന്നത്തെ ദിവസം ലിയോക്കാരുടേത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 of Pentacles. ലിയോക്കാരുടെ കയ്യിൽ നിന്ന് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കാര്യം ഓർത്ത് അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് എന്നാണ് പറയുന്നത്. 5 of Pentacles എന്ന് പറയുമ്പോൾ ധനനഷ്ടം, മെയിനായിട്ട് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ ധനമാണ്. അപ്പോൾ ധനനഷ്ടം സംഭവിച്ചിരിക്കുന്നു. ചില കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. പക്ഷേ ചില പുതിയ കാര്യങ്ങൾ വരുന്നുമുണ്ട്. ഓപ്പണിംഗ് ഓഫ് ന്യൂ തിങ്സും ഉണ്ട്. അല്ലെങ്കിൽ 10 of Pentaclesൽ 5 പോയെങ്കിലും 5 Pentacles ഇനിയും ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ സന്തോഷിക്കുന്നതിന് പകരം നഷ്ടപ്പെട്ട കാര്യത്തിനെ ഓർത്തിട്ട് അവർ ദുഃഖിക്കുന്നു എന്നാണ് ഈ 5 of Pentaclesൻ്റെ എനർജിയിൽ നമുക്ക് കിട്ടുന്നത്. അടുത്ത ഒരെണ്ണം കൂടെ ചെക്ക് ചെയ്യാം. Ace of Swords. ചില കാര്യങ്ങളെ വളരെ കാര്യമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ട്രൂത്തായിട്ട് എന്താണ് നടന്നത് എന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് എനിക്കറിയണം, മനസ്സിലായില്ലേ, ക്ലീനായിട്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. Ace of Swordsൻ്റെ എനർജിയാണത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ സജിറ്റേറിയസിൻ്റെ എനർജിയാണ് നോക്കാൻ. ആദ്യം കിട്ടിയത് 9 of Wandsൻ്റെ എനർജിയാണ്. സജിറ്റേറിയസുകാരെന്ന് പറയുമ്പോൾ
കുറച്ച് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ലൈഫിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആദ്യത്തെ എനർജി വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ട്സ്. അവരൊരു ലക്ഷ്യം വെച്ചിട്ട് പ്രവർത്തിക്കുന്നു, പക്ഷെ അതിനിടയ്ക്ക് ലക്ഷ്യം ഒന്ന് തെറ്റി വേറെ കാര്യത്തിലോട്ടെല്ലാം ചിന്ത പോകുന്നുണ്ട്. ആ സമയത്ത് വിചാരിക്കും, ഞാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ മാസങ്ങളായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഞാൻ ക്വിറ്റ് ചെയ്താലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ക്വിറ്റ് ചെയ്യരുത്, റെസ്റ്റ് എടുക്കൂ, റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ്. അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻഡാകാൻ പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മാസക്കാലങ്ങളായിട്ട് ചില ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്ത് ടൈപ്പ് ഓഫ് ലക്ഷ്യങ്ങളാണെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിന് ഒരു അവസാനം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജി. ഓക്കെ, കുറേ മാസങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് എന്തെങ്കിലും ചുമതലകൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ഒന്ന് ഇറക്കി വെക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് സജിറ്റേറിയസിൻ്റെ എനർജി. അപ്പോൾ സാജിറ്റേറിയസിന് ആ എനർജി കഴിഞ്ഞിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ ചില പുതിയ ഐഡിയാസ്. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു സംഭവം, അതായത് 10 ഓഫ് വാണ്ട്സിന് ശേഷം അടുത്തത് ഏസ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ പുതിയ ചില കാര്യങ്ങൾ, പുതിയ ചില തുടക്കങ്ങൾ, പുതിയ ചില പ്ലാനുകളും പദ്ധതികളും എല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നാണ് സജിറ്റേറിയസിന് എനർജി പറയുന്നത്. അതിനുശേഷം വന്നിരിക്കുന്നത് എയർ സൈൻസ് ആയ ടോറസ്, വിർഗോ ആൻഡ് കാപ്രിക്കോൺ ആണ്. ടോറസ് എന്ന് പറയുമ്പോൾ ടോറസ് ഇവിടെ 2 വന്നിട്ടുണ്ട്, അത് വേണമെങ്കിൽ എടുക്കാം. ഒന്ന് ഡെത്താണ്, ഡെത്ത് ആൻഡ് റീബർത്താണ്. അതുപോലെ 9 ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ ഇതിൽ ടോറസുകാർക്ക് ചില കാര്യങ്ങൾ എൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. എൻഡിങ് എന്ന് വെച്ചാൽ അതൊരു എൻഡ് ചെയ്തിട്ട് അത് പോകുന്നു, അങ്ങനെയല്ല. ദാറ്റ് ഈസ് എ റീബർത്ത് ആൾസോ. റീബർത്തിന് ശേഷം നിങ്ങൾ ഏതൊരു ലെവലിലോട്ട് പോകുമെന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരവസ്ഥയിലോട്ട് പോകും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാശൊക്കെ കിട്ടാൻ തുടങ്ങും. നിങ്ങൾ അത് വെച്ചിട്ട് ചില പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കും. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നതായിട്ടാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എൻഡ് ആകാൻ പോകുന്നുണ്ട്. ഒട്ടും വിഷമിക്കേണ്ട. എൻഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഓഫ് സംതിങ് എൽസ് ആണ്. ഓക്കെ, അടുത്തത് നമ്മുടെ എനർജി എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ചില പുതിയ പ്രണയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് നിങ്ങളോടൊരു പ്രണയം തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളോട് ഒരു പ്രണയം, ഒരു പ്രേമം, ജസ്റ്റ് സ്റ്റാർട്ടിങ്, തിങ്കിങ് ഇൻ ദ മൈൻഡ്. ഓക്കെ, ആം ഐ ഇൻ ലവ് വിത്ത് ഹെർ ഓർ ആം ഐ ഇൻ ലവ് വിത്ത് ഹിം എന്ന് പറയുന്ന ഒരു തോട്ട്, ആ ഒരു തോട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഫസ്റ്റ് സ്റ്റെപ്പ് നോ, സെക്കൻഡ് സ്റ്റെപ്പ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു തോട്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ആരോടെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് ആർക്കെങ്കിലും ആയിരിക്കും എന്നാണ് ടോറസുകാർക്ക് വന്നിരിക്കുന്ന എനർജി. അതിനുശേഷം വിർഗോ നിങ്ങളുടെ ജീവിതത്തിലും എന്തോ ഒരു കാര്യം അവസാനിക്കാൻ പോകുന്നുണ്ട്. ഇത് ആക്ച്വലി ഇത് അസ്തമയ സൂര്യനല്ല, ഇത് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സംതിങ്, അല്ലെങ്കിൽ ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു. ഹാപ്പിനെസ് ഉണ്ടാകാൻ പോകുന്നു. ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്തായിരുന്നാലും ചില കാര്യങ്ങൾ എൻഡാവും. എൻഡായതിനു ശേഷം ദെർ ഈസ് എ ന്യൂ ജോബായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് വെർഗോ. അതിനുശേഷം 5 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി. ചില ധനനഷ്ടമൊക്കെ ചില വെർഗോക്കാർക്ക് വന്നിട്ടുണ്ട്. അതിലവർ വളരെയധികം സങ്കടത്തിലാണ് എന്നാണ് പറയുന്നത്, ധനനഷ്ടം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെയിം യു ആർ തിങ്കിങ് ഓഫ് സംതിങ് ന്യൂ. ചില പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ചില പുതിയ ടാസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ജോബായിരിക്കും, അല്ലെങ്കിൽ പുതിയ ലക്ഷ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിനെ കുറിച്ചായിരിക്കും. എന്തോ ചില പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഏസ് ഓഫ് വാണ്ട്സിൻ്റെ എനർജി. ഓക്കെ, അടുത്ത നമുക്ക് വെർഗോയ്ക്ക് ശേഷം വരുന്നത് കാപ്രിക്കോണിൻ്റെ എനർജിയാണ്. കാപ്രിക്കോൺ എന്ന് പറയുമ്പോൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാപ്രിക്കോൺകാർ എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ആവാൻ ശ്രമിക്കുക. ഓക്കെ, കാപ്രിക്കോണിൻ്റെ ഒരു എനർജിയിൽ ആദ്യം വന്നിരിക്കുന്നത് നമുക്ക് നേരത്തെ ഒരെണ്ണം കിട്ടി, പക്ഷേ ഞാനത് ഷഫിൾ ചെയ്യാത്തതുകൊണ്ട് അത് എടുത്തില്ല. കാപ്രിക്കോണിൻ്റെ എനർജിയിൽ ആദ്യം വന്നിരിക്കുന്ന 2 ഓഫ് കപ്സ് ആണ്. യു ആർ ഇൻ ലവ് വിത്ത് സം വൺ. മ്യൂച്വലായിട്ട് തോന്നിയൊരു അട്രാക്ഷനാണ്.
ബേസ്ഡ് ഓൺ ദാറ്റ് എനിക്ക് തോന്നുന്നു അതിനെ ബേസ് ചെയ്തിട്ട് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ, അല്ലെങ്കിൽ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അതിലോട്ട് ചാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പോലെയുണ്ട്. മനസ്സിലായതോ? ഫുള്ളിൻ്റെ എനർജിയാണ്. യൂണിവേഴ്സിനെ മാത്രം ട്രസ്റ്റ് ചെയ്തിട്ട് ചില പുതിയ കാര്യങ്ങൾ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു 3 പേരുടെ എനർജി കാണുന്നുണ്ട്. നിങ്ങളുണ്ട്, പിന്നെ നിങ്ങളുടെ ഒരു മേ ബി 2 ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരാൾ പാർട്ട്ണർ ആയിരിക്കും, മൂന്നാമത്തത് ഫ്രണ്ട്സ് ആയിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ കറണ്ട് എനർജിയിൽ നിങ്ങളല്ലാതെ മറ്റ് 2 എനർജീസും കൂടെ, എനർജിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റും കൂടെ കാണുന്നുണ്ട്. ഓക്കെ, മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്തത് കാപ്രിക്കോണിൻ്റെ എനർജിക്ക് ശേഷം നമുക്ക് എയർ സൈൻസായ ജെമിനൈൻ, ലിബ്ര ആൻഡ് അക്വേറിയസിൻ്റെ എനർജിയാണ്. ജെമിനൈൻകാർക്ക് ഇന്നത്തെ ദിവസത്തെ എനർജി ഒന്ന് ചെക്ക് ചെയ്യാം. വെരി അഡാപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ജെമിനൈൻകാരെ എവിടെ കൊണ്ടുപോയി നിർത്തിയാലും അവർക്കതൊരു പ്രശ്നമില്ല. അവർ അഡാപ്റ്റബിളാണ്. അഡാപ്റ്റ് ചെയ്തങ്ങ് പൊയ്ക്കോളൂ. ഏത് ഓഫീസിൽ കൊണ്ടിട്ടാലും, കടലിൻ്റെ നടുക്ക് കൊണ്ടിട്ടിരുന്നാലും. ഓക്കെ, അടുത്ത ജെമിനൈൻ്റെ ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ വാളെടുത്തിട്ടില്ല, ബട്ട് ഷീ ഈസ് എ വാരിയർ. വാളെടുത്ത് കയ്യിലുണ്ട്, പക്ഷെ അതിപ്പോൾ യുദ്ധം ചെയ്യാനുള്ളൊരു പ്ലാനിംഗ് ഒന്നുമില്ല, തിരിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് അത് സൈഡിൽ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷീ ഓർ ഹി ഈസ് ഓർ യു ആർ ഇൻ എ വാരിയർ മോഡ്. അതായത് ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇമോഷൻസിൻ്റെ പുറകെ പോകുന്നില്ല. പക്ഷെ മെയിനായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ, അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിക്കുന്നവരെ, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നവരുടെ, നിങ്ങളെ ആവശ്യം ആ ഉള്ള ആൾക്കാരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്താണ് അവർക്ക് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ളൊരു എനർജിയാണ് ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി. ഓക്കെ, ഇമോഷൻസ് ആർ സെറ്റ് സൈഡ്. കണ്ടോ, ഇവിടെ ഇമോഷൻസ് ഹാർട്ടൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആളിൻ്റെ തന്നെ ഒരു പരിധിയിൽ വരുന്ന, അല്ലെങ്കിൽ ആളിൻ്റെ എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഒരു ഇതെന്ന് പറയത്തില്ലേ, എന്താണ് രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഇങ്ങനെ നിന്നിട്ട് എന്തൊക്കെയാണ് മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച്, ഫ്യൂച്ചറിനെക്കുറിച്ചും കറണ്ട് സിറ്റുവേഷനെക്കുറിച്ചും എല്ലാം ചില തീരുമാനങ്ങൾ എടുക്കുന്നൊരു എനർജിയാണ് ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി. ഓക്കെ, നമുക്ക് അടുത്ത എനർജി നോക്കാം. ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി ഇവിടെ ഓപ്ഷൻസ് ആണ്. 2 ഓഫ് പെൻറ്റക്കിൾസ്. എന്തിനാണ് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് ഉള്ള കാര്യങ്ങളുണ്ട് ലൈഫിൽ. അപ്പോൾ ആ പ്രയോറിറ്റീസിനെല്ലാം മാറി മാറി കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കുറച്ച് തളർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ്, ഇവിടെയും പോവും ഇവിടെയും പോവും, 2 കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ച് ടയേർഡായിട്ടുള്ളൊരവസ്ഥയാണ്. ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പറയണമെങ്കിൽ സ്റ്റക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഏതാണ് ഞാൻ എടുക്കേണ്ടത്, ഏതാണ് ഞാൻ കയ്യിലെടുത്ത് വെക്കേണ്ടത്, ഏതിനെ ഞാൻ കളയണം, അല്ലെങ്കിൽ ഏതിന് ഞാൻ പ്രയോറിറ്റി കുറച്ച് കൊടുക്കണം എന്നതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നൊരു എനർജിയാണ് കാണുന്നത്. മൂന്നാമത്തത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഹാപ്പി ഫാമിലി. ഓക്കെ, ഹാപ്പി ഫാമിലിയിലോട്ടാണ് പോകുന്നത്. ലാസ്റ്റ് എന്ന് പറയുന്നത് എന്തിന് തീരുമാനം എടുത്തിരുന്നാലും, എന്തിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നാലും, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്നാലും അവസാനത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ദ ഹാപ്പിനെസ്. അപ്പോൾ അത് കിട്ടും എന്നാണ് ഇവിടുത്തെ ഒരു എനർജിയിൽ പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം അക്വേറിയസിൻ്റെ എനർജി. അക്വേറിയൻസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അക്വേറിയസുകാരുടെ എനർജിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ, ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഈസ് ഗിവിങ് ഫോർ ദ പെൻഡക്കിൾസ്. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇമോഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ആരെയും അപ്രോച്ച് ചെയ്യുന്നില്ല, എന്നെയും ആരും അപ്രോച്ച് ചെയ്യേണ്ട എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ. പിന്നെ ചില കാര്യങ്ങൾ ലക്ഷ്യം ആൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു പേടിയും ഇല്ലാതെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഏതൊക്കെ പരിതസ്ഥിതിയിലാണെങ്കിലും ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും എന്നുള്ളൊരു രീതിയിൽ കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാം. അതിനുശേഷം എംപററിൻ്റെ എനർജിയാണ്. എംപററിൻ്റെ എനർജി വരുമ്പോൾ തന്നെ വിചാരിച്ചോളണം കുറച്ച് ഈഗോയിസ്റ്റിക്കാണ്. ചില കാര്യങ്ങളിലെല്ലാം
തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ റെഡ് ഷർട്ടാണ്, ഇവിടെ റെഡ് ഷർട്ടാണ്, ഇവിടെയും ഇവിടെ ഗ്രീനാണ്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റെഡാണ്. ചില കാര്യങ്ങളിൽ വളരെ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ചില കാര്യങ്ങൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ആർക്കും ആക്സസ് കൊടുത്തിട്ടില്ല, ആരെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമില്ല എന്നുള്ളതാണ്. ഗുഡ്. അടുത്ത് നമുക്ക് വാട്ടർ സയൻസ് നോക്കാം. വാട്ടർ സയൻസിൽ വരുന്നത് ക്യാൻസർ, സ്കോർപിയോ ആൻഡ് പൈസിസ് ആണ്. വാട്ടർ സയൻസിൽ ആദ്യം വന്നിരിക്കുന്നത് 8 ഓഫ് വോൺസിൻ്റെ എനർജി. എനിക്കെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, എനിക്കെന്തൊക്കെയോ നെഗറ്റീവ് എനർജി ഉണ്ട്, ഞാൻ അത്രയ്ക്ക് പോരാ, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഒരുപാട് ഓവർ തിങ്സുമായിട്ടാണ് ഇപ്പോൾ ക്യാൻസറുകാരുടെ എനർജി പോകുന്നത്. ഓക്കെ, ആക്ച്വലി അവരൊരു നർച്ചറിങ് ടൈപ്പാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, പരിപോഷിപ്പിക്കുക, അവരൊക്കെ ഒരു സംരക്ഷണം കൊടുക്കുക, അങ്ങനത്തെ ഉള്ളൊരു ടൈപ്പാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. പക്ഷെ അവർ സ്വന്തമായിട്ട് ഞാൻ അത്ര പോരാ എന്നുള്ളൊരു ചിന്ത അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, യു ആർ എനഫ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ചാരിയറ്റിൻ്റെ എനർജിയാണ്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു മെസ്സേജോ ഒരു കോണ്ടാക്റ്റോ ഒരു കമ്മ്യൂണിക്കേഷനോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ എനർജി എന്ന് വെച്ചാൽ ഹൈ പ്രീസ്റ്റസ് എനർജി. നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്, ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. യൂസ് യുവർ ഗട്ട് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് യൂസ് ചെയ്തിട്ട് അതെന്താണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻസ്. ഓക്കെ, ഇൻറ്റ്യൂഷൻസ് എന്ന് പറയുന്നതിനെ ട്രസ്റ്റ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻറ്റ്യൂഷൻസ് സ്ട്രോങ് ആയിട്ട് വരും. ഓക്കെ, ട്രൈ ദാറ്റ്. എപ്പോഴും നമ്മൾ ഇൻറ്റ്യൂഷൻസിനെ ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഇൻറ്റ്യൂഷൻസിനെ നമ്മൾ കേട്ടാൽ എങ്ങനെ ആയിത്തീരും എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ ഒന്ന് ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണാം ആ ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് ഗ്രോ ചെയ്തിട്ട് വരും. ഓക്കെ, വളർന്നു വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ക്യാൻസറുകാർ മാത്രമല്ല, എല്ലാവർക്കും അത് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത് വരുന്നത് സ്കോർപിയോ ആണ്. സ്കോർപിയോ എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്കോർപിയോക്കാർ. ഇൻറ്റൻസ് ആയിട്ടുള്ള ഈ ആൾക്കാർ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് അവർ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതൊരു പരിതസ്ഥിതിയിലൂടെയും ഞാൻ പോകും എന്നാണ് പറയുന്നത്. ടെമ്പറൻസ് ആണ്. ജീവിതം ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ ബാലൻസ് ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു മെസ്സേജാണ് ട്രൈ ടു ബാലൻസ്. ഓക്കെ, വർക്ക് ലൈഫും റിയൽ ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യുക. ഫ്രണ്ട്സിനെയും പാർട്ട്ണറിനെയും തമ്മിൽ ഒന്ന് ജസ്റ്റ് ബാലൻസ് ചെയ്യാൻ കൊണ്ടുപോവുക. പാരൻസിനെ ബാലൻസ് നിങ്ങളുടെ ലൈഫുമായിട്ട് പാർട്ട്ണറുമായിട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. എന്ത് കാര്യങ്ങളാണെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണെന്നാണ് പറയുന്നത് സ്കോർപിയോ. ലാസ്റ്റ്, നിങ്ങൾ എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഇമോഷണലി ആണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണെങ്കിലും മോശം സാഹചര്യത്തിലൂടെ പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക ദിസ് ഈസ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, ഇത് ഓൾറെഡി പ്ലാൻഡ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും ഇതിനൊരു മാറ്റം വരും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫിൻ്റെ ഒരു പാർട്ടാണിത്. നിങ്ങൾക്കിതിലൊരു ചേഞ്ച് വരും. ഓക്കെ, ലാസ്റ്റ് എന്ന് പറയുന്നത് പൈസിസിൻ്റെ എനർജിയാണ്. വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് പൈസിസ്. പക്ഷെ അവരെപ്പോഴാണ് ആരോടാണ് എംപത്തറ്റിക് ആവുന്നത് എന്നുള്ളത് അവർക്ക് മാത്രം തന്നെ അറിയുള്ളൂ. അപ്പോൾ പൈസസിൻ്റെ എനർജി വരുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇത് സണ്ണാണ്. വെരി പ്ലസൻറ്റ്, വെരി ബ്രൈറ്റ്, വെരി അട്രാക്റ്റീവ് എനർജി. അതുപോലെ ദ മജീഷ്യൻ. എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ആരുടെയും ചെയ്തോളൂ അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട. യു സ്റ്റാർട്ട് ഡൂയിങ്, യു വിൽ ഗെറ്റ് ദാറ്റ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് 9 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ വിഷമങ്ങളുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് രാത്രിയൊന്നും ഉറക്കം ഇല്ലാത്ത രീതിയിൽ, ഉറക്കമില്ലാതെ 3 മണിക്കും 2 മണിക്കൊക്കെ എഴുതിരുന്ന് കരയുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ഒരു സങ്കടങ്ങൾ നിങ്ങളുടെ ലൈഫിലൂടെ പോകുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, പൈസിസ്, ഇതാണ് ഇന്നത്തെ എനർജി റീഡിങ്സ്. താങ്ക്സ് ഫോർ ഹിയറിംഗ്. വീണ്ടും മറ്റൊരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം, ബൈ.